ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആദ്യമായിട്ട് ആശംസിക്കുന്നു. ഞാൻ ആഷിഖ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് SSLC ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുത കാന്തിക ഫലം എന്ന രണ്ടാമത്തെ ചാപ്റ്ററിലെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. ആ ചാപ്റ്ററിന്റെ പേരൊന്ന് പരിശോധിക്കുക. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളാണ്. ആ ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജ്ജത്തെ നമുക്ക് വിവിധ തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളാക്കി മാറ്റാൻ സാധിക്കും. പ്രകാശോർജ്ജം, യാന്ത്രികോർജ്ജം, രാസോർജ്ജം തുടങ്ങി വിവിധ തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മൾ ഹീറ്റ് എനർജി അഥവാ താപോർജ്ജമായിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി വൈദ്യുതോർജ്ജത്തെ മാറ്റുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിച്ച പേരാണ് ഹീറ്റിംഗ് എഫക്റ്റ്. കെമിക്കൽ എനർജി ആക്കി നമ്മൾ മാറ്റുകയാണെങ്കിൽ, അതായത് രാസോർജ്ജമാക്കി മാറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ പറഞ്ഞ പേരാണ് രാസഫലം അല്ലെങ്കിൽ കെമിക്കൽ എഫക്റ്റ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് എന്താ? മാഗ്നറ്റിക് എഫക്ട്സ് ആണ് അല്ലെങ്കിൽ കാന്തിക ഫലമാണ്. എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക? അതെ, വൈദ്യുതോർജ്ജത്തെ കാന്തികോർജ്ജമാക്കി അല്ലെങ്കിൽ മാഗ്നറ്റിക് എനർജി ആക്കി മാറ്റുകയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കൊക്കെ സംശയം ഉണ്ടാവും, വൈദ്യുതിയെ കാന്തമാക്കി മാറ്റാൻ പറ്റൂ, അല്ലെങ്കിൽ വൈദ്യുതിയിൽ നിന്ന് കാന്തം ഉണ്ടാവും, കാന്തിക ശക്തി ഉണ്ടാവും? ഇതേ സംശയം കുറെ മുമ്പ് ഫിസിക്സിൽ ഉണ്ടായിരുന്നു. ഏകദേശം 20th സെഞ്ചുറിക്കൊക്കെ മുമ്പ് നമുക്ക് പറയാം. അതിനെ നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് എന്നാണ് വിളിച്ചിരുന്നത്. 20th സെഞ്ചുറിക്ക് മുമ്പുള്ള ഫിസിക്സിനെയാണ് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് വിളിച്ചത്. 20th സെഞ്ചുറിക്ക് ശേഷം വരുന്ന, അതായത് ഇപ്പോഴുള്ള ഈ ഫിസിക്സിനെ നമ്മൾ മോഡേൺ ഫിസിക്സ് എന്ന് പറയും, ആധുനിക ഫിസിക്സ്. അപ്പൊ ക്ലാസിക്കൽ ഫിസിക്സിൽ, പണ്ടുണ്ടായിരുന്ന ഫിസിക്സിൽ അവർ വിശ്വസിച്ചിരുന്ന കാര്യം, വൈദ്യുതിയും കാന്തവും തമ്മിൽ അല്ലെങ്കിൽ വൈദ്യുതിയും കാന്തികതയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ യാതൊരു തര റിലേഷൻഷിപ്പും ഇല്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പിക്ചറിൽ വലിയൊരു മാറ്റം വന്നു. ആ മാറ്റം വരുന്നത് ഏകദേശം 1820കളിലാണ്, 1820ലാണ്. ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന നിലക്ക് ഒരു ചെറിയൊരു ഇൻസിഡന്റ് നടക്കുന്നത് 1820കളിലാണ്. ഡെൻമാർക്കിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു റിസർച്ച് ഗൈഡ് ആയിട്ടുള്ള, നമ്മളെ ഫിസിക്സിൽ തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് തിയറികൾ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സയന്റിസ്റ്റ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് ഉണ്ടാകാം പേര്. ഇതാണ് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ്. അദ്ദേഹം ഡെൻമാർക്കുകാരനായിട്ടുള്ള ഒരു ഫിസിസിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ, അതായത് സാധാരണ കോളേജിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ്സിൽ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ എക്സ്പെരിമെന്റ് ഇതാണ്. പിക്ചറിലുള്ളത് പോലെ തന്നെ ഒരു ഇലക്ട്രിക് സർക്യൂട്ട്, അത് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അമ്മീറ്റർ, ഗാൽവനോമീറ്റർ ഒക്കെ പോലുള്ള ഉപകരണങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പരീക്ഷണമാണ് ഈസ്റ്റഡ് തന്റെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എക്സ്പെരിമെന്റിന് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വന്ന ഒരു ചെറിയൊരു മറവി, അതാണ് നമ്മളെ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് തന്നെ ഉണ്ടാവാനുള്ളതിന്റെ കാരണം. ഇപ്പൊ നമുക്ക് നോക്കാം. ആ ഇലക്ട്രിക് സർക്യൂട്ട്, ഒരു സർക്യൂട്ട് കണ്ടക്ടർ എടുത്തു, അതിനൊരു ബാറ്ററിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് വരയ്ക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ആ ഒരു എക്സ്പെരിമെന്റ്, സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ആ കണ്ടക്ടറിന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു കോമ്പസ് ഉണ്ടായിരുന്നു. എന്താണ് ഈ കോമ്പസ്? കേട്ടിട്ടില്ലേ? മാഗ്നറ്റിക് കോമ്പസ് ആണ്. നമ്മൾ വടക്ക് നോക്കി യന്ത്രം അല്ലെങ്കിൽ കാന്ത സൂചി എന്നൊക്കെ പറയും. സാധാരണയായിട്ട് ദിശ കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ദിശ, ജിയോഗ്രഫിക്കൽ ഡയറക്ഷൻസ് കണ്ടെത്താനായിട്ടാണ് നമ്മൾ ഈ കോമ്പസ്, മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും അറിയാം ആ മാഗ്നറ്റിക് കോമ്പസിലുള്ളത് ഒരു മാഗ്നറ്റ് ആണ്.
സാധാരണ ഒരു മാഗ്നറ്റിക് നീഡിൽ, കാന്തസൂചി, ഇതൊരു കാന്തസൂചിയാണെന്ന് കരുതുക. പിന്നെ ഞാനിത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ ആ സ്ഥലത്ത് സൗത്ത് ഏതാണോ നോർത്ത് ഏതാണോ എന്ന് കൃത്യമായിട്ട് ഈ നീഡിൽ നമുക്ക് കാണിച്ചു തരും. കാരണം നമ്മൾ ഭൂമിക്കും ഒരു കാന്തശക്തി ഉണ്ട് എന്നാണ് ഇവിടെ വിശ്വസിക്കുന്നത്. നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങൾക്കനുസരിച്ച്, മാഗ്നറ്റിക് പോൾസിനനുസരിച്ചാണ് ഈ കാന്തസൂചി അറേഞ്ച് ചെയ്യുക. അതായത് ഇപ്പൊ ഇത് ഈ ബ്ലാക്ക് കാണുന്ന ഭാഗം സപ്പോസ് ഒരു നോർത്ത് ആണെങ്കിൽ ഇത് സൗത്ത് ആയിട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾക്കറിയാം കാന്തത്തിന് 2 ധ്രുവങ്ങൾ ഉണ്ടെന്നൊക്കെ ചെറിയ ക്ലാസ്സിലെ പഠിച്ചതാണ്, നോർത്തും സൗത്തും, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. അപ്പൊ ഇതിൽ ഉത്തര ധ്രുവം എന്ന് പറയുന്നത് ഭൂമിയുടെ നോർത്ത് ഏതാണോ അവിടേക്കായിരിക്കും ഡയറക്റ്റ് ചെയ്ത് നിൽക്കുക. അതുപോലെ തന്നെ സൗത്ത്, ഭൂമിയുടെ സൗത്ത് ഏതാണോ അങ്ങോട്ടേക്കാണ് കോമ്പസിന്റെ സൗത്ത് നിൽക്കുക. ഉദാഹരണമായിട്ട് നമുക്ക് ഈ പിക്ചറിൽ ഇത് നോർത്തും ഇത് സൗത്തും ആയിട്ട് എടുക്കാം. ഈ ഒരു കോമ്പസ് അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ഏതോ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചതായിരുന്നു, അതിവിടെ അറിയാതെ വെച്ചുപോയതാണ്. അങ്ങനെ ഈ സർക്യൂട്ടിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് തന്റെ കുട്ടികൾക്ക് വേണ്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിനിടയിൽ ഈ മാഗ്നറ്റിക് കോമ്പസിന് ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ വ്യതിയാനം എന്ന് നമ്മൾ പറയും, ഒരു വ്യതിയാനം കാണാൻ സാധിച്ചു. അതായത് ഈ മാഗ്നറ്റിക് കോമ്പസ് ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ ഇങ്ങനെ നോർത്ത് സൗത്ത് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അതിന് ഇളക്കം ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഈ മാഗ്നറ്റിക് കോമ്പസിന് നോട്ടീസബിൾ ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ കാണുന്നു. സ്വാഭാവികമായിട്ടും ഈസ്റ്റഡിന്റെ മുന്നിലിരിക്കുന്ന ആരാ? അതെ, ജൂനിയർ സയന്റിസ്റ്റുകളാണ്, മറ്റ് റിസർച്ച് ഫെലോസാണ്. അവരിത് കണ്ട ഉടനെ തന്നെ ചോദിച്ചു, സർ വൈ ദിസ് നീഡിൽ ഡിഫ്ലക്ട്സ്? എന്തുകൊണ്ടാണ് ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത്? അപ്പോഴാണ് ഈസ്റ്റഡ് അതിലേക്ക് ശ്രദ്ധിക്കുന്നത്. ശരിയാണല്ലോ, ആ മാഗ്നറ്റിക് നീഡിലിന് ഡിഫ്ലക്ഷൻ കാണുന്നുണ്ടല്ലോ. അദ്ദേഹം ആദ്യം തന്നെ ആ ടേബിൾ മൊത്തമായിട്ടും സെർച്ച് ചെയ്തു. കാരണം ഒരു മാഗ്നറ്റ് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുക അല്ലെങ്കിൽ വ്യതിയാനം അല്ലെങ്കിൽ ചലിക്കുക എന്നൊക്കെ പറയാം. ഇങ്ങനെ ചലിക്കുന്നുണ്ടെങ്കിൽ വേറെ ഏതോ ഒരു മാഗ്നറ്റോ അല്ലെങ്കിൽ മാഗ്നറ്റ് പോലെ കാന്തത്തിന്റെ സ്വഭാവമുള്ള ഏതെങ്കിലും ഒരു പദാർത്ഥം ആ ടേബിളിന് ചുറ്റും ഉണ്ടാവണം. അപ്പൊ അദ്ദേഹം ആദ്യം അത് ഉണ്ടോ നോക്കി, ഒന്നുമില്ല, ഒരു വസ്തു പോലും ഇല്ല, ആ വുഡൻ ടേബിൾ മാത്രം. പിന്നെ അതിലുള്ളത് നമ്മുടെ ഈ ഒരു സർക്യൂട്ടാണ്. അപ്പൊ ഈസ്റ്റഡ് ആകെ ഒരു കൺഫ്യൂഷൻ, എന്തുകൊണ്ടായിരിക്കും അപ്പൊ ഈ നീഡിൽ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ആ സമയത്ത് അതിനുള്ള ഉത്തരം പറയാൻ സാധിച്ചില്ല. ഉടനെ തന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം തന്റെ വീട്ടിലെത്തി. ഈ എക്സ്പെരിമെന്റ് അദ്ദേഹം അവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എടുത്തു, സ്വിച്ച്, ബാറ്ററി ഒക്കെ അതിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു മാഗ്നറ്റിക് കോമ്പസും ഈസ്റ്റഡ് കൊണ്ടുവച്ചു. കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത്, സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ നീഡിൽ വീണ്ടും ഡിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ ഈസ്റ്റഡ് ഒന്നുകൂടി അദ്ദേഹത്തിന് വളരെ ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങി. കാരണം എന്തായിരിക്കും ഈ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ ആരാണ് ഈ നീഡിനെ ഡിഫ്ലക്ട് ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം തന്റെ ലാബിൽ, തന്റെ ക്ലാസ് റൂമിൽ ചെയ്ത അതേ എക്സ്പെരിമെന്റ് വീട്ടിൽ ക്രിയേറ്റ് ചെയ്തു. അതേ ഒബ്സർവേഷൻ തന്നെ, അതേ നിരീക്ഷണം തന്നെ അദ്ദേഹത്തിന് അവിടെയും കാണാൻ സാധിച്ചു. കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ കണ്ടക്ടർ ഡിഫ്ലക്ട് ചെയ്യുന്നു. എന്നാൽ സ്വിച്ച് ഓഫ് ചെയ്തു, സർക്യൂട്ടിനെ സ്വിച്ച് ഓഫ് ചെയ്തു. സ്വിച്ച് ഓഫ് ചെയ്ത സമയത്തോ നീഡിലിന്റെ ഡിഫ്ലക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നിന്നു. നീഡിൽ പഴയ അവസ്ഥയിലേക്ക് തന്നെ വന്നു നിൽക്കുന്നു. അപ്പൊ ക്രിസ്റ്റ്യൻ ഈസ്റ്റഡിന് ഒരു കാര്യം ഉറപ്പായി. എന്തായിരിക്കും അത്? ആലോചിച്ച് നോക്ക്. ആരായിരിക്കും ആ നീഡിലെ ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവുക? അതെ, ഒരു സംശയം വേണ്ട, ഇവിടെ ഈ സർക്യൂട്ടില് ഫ്ലോ ചെയ്ത ഒഴുകിയ വൈദ്യുതിയാണ്, ഇലക്ട്രിസിറ്റിയാണ്. അപ്പൊ ഇലക്ട്രിസിറ്റിയാണ് ഈ ഒരു കാന്തസൂചിയെ അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസിനെ ഡിഫ്ലക്ട് ചെയ്യിക്കുന്നത്, ചലിപ്പിച്ചത്. അപ്പൊ ഈസ്റ്റഡിന് തന്റെ എന്താ പറയാ, നമ്മൾ ആ ഒരു കണ്ടെത്താനുള്ള ആ ഒരു ത്വര അത് വളരെയധികം കൂടി. കാരണം അദ്ദേഹം അതിന്റെ അടുത്തെത്തി കഴിഞ്ഞു. കാരണക്കാരെ കിട്ടി, ഹൂ എന്നുള്ളതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. It is due to electricity. The magnetic needle deflects due to the presence of electricity. Electricity, വൈദ്യുതിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു മാഗ്നറ്റിക് കോമ്പസ് ഡിഫ്ലക്ട് ചെയ്തത് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ മാഗ്നറ്റ് നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കാന്തം എന്ന് പറയുന്നത് ഒരു കാന്തത്തിന് ചലിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കാന്തം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മറ്റു വസ്തുക്കളെ ആകർഷിക്കുകയോ വികർഷിക്കുകയോ ചെയ്യും.
അപ്പൊ ഇങ്ങനെ അട്രാക്ട് ചെയ്യുക റിപ്പൽ ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ മറ്റൊരു മാഗ്നറ്റിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതായത് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം ഒരു മാഗ്നറ്റിക് കോമ്പസിനെ, കാന്തസൂചിയെ വ്യതിയാനം ഡിഫ്ലക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈദ്യുതിക്ക് കാന്തവുമായി എന്തോ ഒരു ബന്ധമുണ്ട്, ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതാദ്യമായിട്ട് കണ്ടെത്തുന്നത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന ഈ സയന്റിസ്റ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞു ക്ലാസിക്കൽ ഫിസിക്സിൽ വിശ്വസിച്ചിരുന്നത് ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. പക്ഷെ ആ ഒരു കോൺസെപ്റ്റിനെ തിരുത്തിക്കൊണ്ട് ഈസ്റ്റഡ് വന്നു. ദർ ഈസ് എ റിലേഷൻഷിപ്പ്, ദർ ഈസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. വൈദ്യുതിയും കാന്തവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പൊ ഈസ്റ്റഡ് തന്റെ എക്സ്പെരിമെന്റ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ സംശയം ഇതാണ്, ഇലക്ട്രിസിറ്റി ഒരു മാഗ്നറ്റിനെ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് എവിടെ നിന്നോ ഒരു മാഗ്നറ്റിക് പവർ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ നിന്നും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. പുതിയൊരു വേർഡാണ്, നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടായിരിക്കാം, മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം. മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം. എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ബാർ കാന്തം. നമുക്കൊരു ഉദാഹരണമായിട്ട് ഒരു ബാർ കാന്തം എടുക്കാം. ഈ ബാർ കാന്തത്തിന് രണ്ട് ധ്രുവങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് നോർത്ത്, മറ്റൊന്ന് സൗത്ത് എന്ന് വിളിക്കും. നോർത്ത് എന്ന് പറഞ്ഞാൽ ഉത്തര ധ്രുവം, സൗത്ത് ദക്ഷിണ ധ്രുവം. ഈ കാന്തം മറ്റ് കാന്തിക വസ്തുക്കളെയും കാന്തങ്ങളെയും ആകർഷിക്കുകയും വികർഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അതെ, ഈ കാന്തത്തിന് ചുറ്റും ബലരേഖകളുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കാന്തിക ബലരേഖകൾ. ആ കാന്തിക ബലരേഖകളുടെ ദിശ എന്ന് പറയുന്നത് നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് എന്നും പഠിച്ചതാണ്. ഇതാണ് അതിന്റെ ചിത്രം, ഒരു ബാർ കാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക ബലരേഖകൾ. ഇങ്ങനെ നമുക്ക് ആ ചിത്രം ഒന്ന് ഇവിടേക്ക് വരയ്ക്കാം. ഒരു കാന്തം നോർത്ത്, സൗത്ത്. ഈ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ ഒരുപാട് കാന്തിക ബലരേഖകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കാന്തിക ബലരേഖകളുടെ ദിശ എന്ന് പറയുന്നത് നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ്. അപ്പൊ ഇങ്ങനെ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് വരുന്ന ഈ കാന്തിക ബലരേഖകളാണ് യഥാർത്ഥത്തിൽ ഒരു കാന്തത്തിന് ശക്തി നൽകുന്നത്. കാന്ത ശക്തി കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കാന്തിക അല്ലെങ്കിൽ ഈ കാന്തിക ബലരേഖകളാണ്. ഈ കാന്തിക ബലരേഖകള് കൂടിച്ചേരുന്ന ഈ ഒരു സ്ഥലം, ഈ ഒരു പരിധി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റീജിയൻ, ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാന്തിക മണ്ഡലം. അപ്പൊ എന്താണ് കാന്തിക മണ്ഡലം? ഒരു കാന്തത്തിന് ചുറ്റും അതിന്റെ ബലരേഖകൾ കാണപ്പെടുന്ന സ്ഥലമാണ്. ഈ ബലരേഖകൾ കാണപ്പെടുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ലൈൻസ് എന്ന് വിളിക്കാം, ബലരേഖകളെ ലൈൻസ് എന്ന് വിളിക്കാം, ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇത് കാണപ്പെടുന്ന സ്ഥലത്ത് മാത്രമേ കാന്തത്തിന്റെ ആകർഷണവും വികർഷണവും നടക്കുകയുള്ളൂ. ഇപ്പൊ ഞാനിവിടെ ഒരു കാന്ത അല്ലെങ്കിൽ കാന്തിക വസ്തു കൊണ്ടുവച്ചു, ഒരു ആണി, ഒരു നെയിൽ ഞാനിവിടെ കൊണ്ടുവച്ചു. ഈ ആണിയെ ഇവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഈ കാന്തം, ഇവിടെ നമ്മൾ എടുത്ത ബാർ കാന്തം ഈ ആണിയെ ആകർഷിക്കുകയോ വികർഷിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം ഇത് ആ കാന്തിക മണ്ഡലത്തിന് പുറത്താണ്. എന്നാൽ കാന്തിക മണ്ഡലത്തിന്റെ അകത്താണ് ഞാൻ ഇതിനെ കൊണ്ടുവച്ചതെങ്കിലോ ഇവർ തമ്മിൽ ആകർഷണം ഉണ്ടാകും. അപ്പൊ കാന്തിക മണ്ഡലത്തിന്റെ പ്രത്യേകത എന്താ? കാന്തിക മണ്ഡലത്തിനുള്ളിൽ മാത്രമേ കാന്തത്തിന്റെ ആകർഷണവും വികർഷണവും ഒക്കെ അനുഭവപ്പെടുകയുള്ളൂ. അതിനെ നമുക്ക് പൊതുവെ പറയാം കാന്തത്തിന്റെ ബലം. അതിനെ കാന്തിക ബലം, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കും. ഇത്തരത്തിലുള്ള മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കാന്തിക ബലം അനുഭവപ്പെടുന്ന കാന്തത്തിന് ചുറ്റുമുള്ള സ്ഥലത്തെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം. അപ്പൊ എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്? നമ്മൾ ഈസ്റ്റഡിന്റെ തിയറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആശയമാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ റീജിയൻ or space around a magnet where the magnetic force is experienced. ഒരു കാന്തത്തിന് ചുറ്റും അതിന്റെ ബലം അനുഭവപ്പെടുന്ന സ്ഥലത്തെയാണ്, പരിധിയെയാണ്
കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാന്തിക മണ്ഡലം എല്ലാ കാന്തത്തിന് ചുറ്റും ഉണ്ടാവും. അതിന്റെ അളവിൽ ഓരോ സ്ഥലത്തെത്തുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും. എപ്പോഴും അതിന്റെ ദിശ എന്ന് പറയുന്നത് നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റിലേക്ക് വരാം. ഈസ്റ്റഡ് പറയുന്നത് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ കാന്തസൂചി ചലിച്ചു, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്തപ്പോൾ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തു. ആ ഡിഫ്ലക്ട് ചെയ്തതിന്റെ കാരണമായിട്ട് ഈസ്റ്റഡ് പറയുന്നു, ഇവിടെ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു കാന്തിക മണ്ഡലം വൈദ്യുതിക്ക് ചുറ്റും അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും രൂപപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ പരിഗണിച്ച ആ ഒരു സർക്യൂട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ടില് വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് വൈദ്യുതി നിങ്ങൾക്കറിയാം, വൈദ്യുതിയുടെ ദിശയൊക്കെ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇങ്ങനെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് ഈ ഒരു ചാലകത്തിന് ചുറ്റുമായി ഒരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാന്തിക ബലരേഖകൾ രൂപപ്പെടുന്നുണ്ടാകും. ഈ കാന്തിക ബലരേഖകൾ കൂടി ചേരുമ്പോൾ ഈ ചാലകത്തിന് ചുറ്റും നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെട്ടു. ആ കാന്തിക മണ്ഡലത്തിന്റെ സാന്നിധ്യത്തിലാണ് അല്ലെങ്കിൽ ആ കാന്തിക മണ്ഡലത്തിലായിരുന്നു നമ്മുടെ കാന്തസൂചി അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് സ്ഥിതി ചെയ്തിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ രണ്ട് കാന്തങ്ങൾ വന്നു. ഏതൊക്കെയാ രണ്ട് കാന്തങ്ങൾ? ഒന്ന് നമ്മുടെ കാന്തസൂചി, അതൊരു കാന്തമാണ്. ഇനിയോ വൈദ്യുതി പ്രവഹിച്ചപ്പോൾ ഈ ചാലകത്തിന് ചുറ്റും മറ്റൊരു കാന്തിക മണ്ഡലം രൂപപ്പെട്ടു. ആ കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനത്തിലാണ് ഈ ഒരു കാന്തസൂചിക്ക് വിഭ്രാംശം അല്ലെങ്കിൽ വ്യതിയാനം അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈസ്റ്റഡ് ഇത് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രൂവ് ചെയ്യണം, തെളിയിക്കണം. അപ്പൊ അത് തെളിയിക്കാനായിട്ട് അദ്ദേഹം ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷണം. നമ്മൾ ഇതേപോലെ തന്നെയുള്ള ഒരു സർക്യൂട്ട് എടുത്തു, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകം എടുത്തു. അതിൽ ഒരു ഭാഗത്ത് നിങ്ങൾ കാണുന്നത് പോലെ ഒരു പേപ്പർ കട്ട് ചെയ്ത് വെച്ചു, കാർഡ്ബോർഡ് കട്ട് ചെയ്ത് വെച്ചു. ചാലകത്തിന്റെ ഒരു ഭാഗത്ത് കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ടോ അതിൽ മുഴുവനായിട്ടും കാന്തപ്പൊടികൾ അല്ലെങ്കിൽ അയൺ ഫൈലിങ്സ് എന്ന് വിളിക്കാം, കാന്തപ്പൊടികൾ അല്ലെങ്കിൽ അയൺ ഫൈലിങ്സ് വിതറിയിട്ടു. ആ അയൺ ഫൈലിങ്സ് കാന്തപ്പൊടികൾ വിതറി കഴിഞ്ഞ ശേഷം സർക്യൂട്ടിന്റെ സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്തപ്പോഴതാ വൈദ്യുതി പ്രവഹിക്കുന്നു. വൈദ്യുതി പ്രവഹിച്ച സമയത്ത് ഈസ്റ്റഡിന്റെ തിയറിയെ ശരിവെക്കുന്ന രൂപത്തിലുള്ള ഒരു നിരീക്ഷണം അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. എന്താണത്? അതെ, ഈ കാന്തപ്പൊടികളെല്ലാം ഈ ചാലകത്തിന് ചുറ്റുമായിട്ട് ക്രമീകരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതായത് ആ ചാലകത്തിനോട് അടുത്തടുത്ത് വരുന്നു അല്ലെങ്കിൽ ചാലകത്തോട് അത് ആകർഷിച്ചു വരുന്നു. അപ്പൊ നമുക്ക് പറയാം, കാന്തപ്പൊടി ഇങ്ങനെ ആകർഷിച്ചു വരണമെങ്കിൽ അവിടെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവണം, കാന്തത്തിന്റെ സാന്നിധ്യം വേണം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം. അപ്പൊ ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അതായത് ഏതൊരു കണ്ടക്ടറിലൂടെയും ഏതൊരു ചാലകത്തിലൂടെയും വൈദ്യുതി പ്രവഹിച്ചാൽ അതിന് ചുറ്റുമായി ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. When electricity is flowing through a conductor, a magnetic field is formed around the conductor. This is the theory of Christian Easted. ഈസ്റ്റഡിന്റെ ഈ ഒരു തിയറിയിൽ നിന്നും വലിയൊരു വിപ്ലവം, വലിയൊരു റെവല്യൂഷനാണ് സയൻസിൽ ഉണ്ടായത്. കാരണം ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള വളരെ അടുത്ത ഈ ഒരു റിലേഷൻഷിപ്പ് അദ്ദേഹം കണ്ടെത്തി. ഇതിൽ നിന്നും ഈ ഒരു കണ്ടെത്തലിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും കണ്ടെത്തുന്നത്. അത് ഈസ്റ്റഡ് കണ്ടെത്തി എന്നല്ല, ഈസ്റ്റഡിന്റെ ഈ തിയറിയിൽ നിന്നും കിട്ടിയ കോൺസെപ്റ്റുകളും ആശയങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ TV, റേഡിയോ, ടെലിഫോൺ പോലുള്ള എല്ലാ ഉപകരണങ്ങളും നമ്മൾ നിർമ്മിക്കുന്നത്. ഇവയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റ്, വൈദ്യുത കാന്തം. ഈ ഒരു വൈദ്യുത കാന്തം കണ്ടെത്തുന്നതും ക്രിസ്ത്യൻ ഈസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ഈസ്റ്റഡിനെ നമ്മൾ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്, ഫാദർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്, വൈദ്യുത കാന്തത്തിന്റെ പിതാവ് എന്നാണ് നമ്മൾ ഈസ്റ്റഡിനെ അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇലക്ട്രോ മാഗ്നറ്റിസം അല്ലെങ്കിൽ വൈദ്യുത കാന്തികത എന്നുള്ള ഒരു ബ്രാഞ്ച്, ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ്. വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള ബന്ധം, വൈദ്യുതിയും ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്ന ഒരു ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് ഇലക്ട്രോ മാഗ്നറ്റിസം. ഇതിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പ്രൊപ്പോണന്റ് എന്ന് പറയുന്നതും ക്രിസ്ത്യൻ ഈസ്റ്റഡ് ആണ്. അപ്പൊ എന്താണ് ഈസ്റ്റഡിന്റെ തിയറി? ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ.
when electricity is flowing through a conductor, a magnetic field is formed around the conductor. ഒരു ചാലകത്തിന് ചുറ്റും വൈദ്യുതി പ്രവഹിച്ചാൽ അവിടെ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. അപ്പൊ ഇനി ഈ ഒരു ചാപ്റ്റർ ഉടനീളം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കോൺസെപ്റ്റ് ഇതാണ്. എപ്പോഴും ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വരേണ്ട പ്രധാനപ്പെട്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന് ചുറ്റും, ആ ചാലകത്തിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നു. ക്ലിയർ? സോ ഇത് ചാപ്റ്ററിന്റെ ആദ്യ പാർട്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, തിയറി ഓഫ് ക്രിസ്റ്റ്യൻ ഈസ്റ്റ്. ഇനി ഇലക്ട്രിസിറ്റി തന്നെയാണ് ഈ നീഡിലിനെ ഡിഫ്ലക്ട് ചെയ്തത്, മാഗ്നറ്റിക് കോമ്പസിനെ ഡിഫ്ലക്ട് ചെയ്തത് എന്നുള്ളത് ഒന്നും കൂടി കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് കൂടി ചെയ്തു. ആ ഒരു എക്സ്പെരിമെന്റ് കൂടി നമുക്ക് പറയാം. ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് സർക്യൂട്ടുകൾ എടുത്തു. എന്തൊക്കെയാണ് സർക്യൂട്ടിലെ വ്യത്യാസം? ആദ്യ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത ബാറ്ററിയുടെയും രണ്ടാമത്തെ സർക്യൂട്ടിൽ കാണുന്ന ബാറ്ററിയുടെയും ഡയറക്ഷൻസ് നോക്കാം. വ്യത്യാസമുണ്ട് അല്ലെ? നിങ്ങൾക്കറിയാം, വൈദ്യുതി പ്രവഹിക്കുന്നത് എപ്പോഴും പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ്. അപ്പൊ ഒന്നാമത്തെ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ സർക്യൂട്ടിൽ വൈദ്യുതി പ്രവഹിക്കുന്ന എവിടെ? എ ബി എന്നുള്ള പോയിന്റ് കാണുന്നുണ്ടല്ലോ. ആ എ ബി എന്നുള്ള പോയിന്റ് വെച്ച് നമുക്ക് എങ്ങനെ പറയാം? എയിൽ നിന്നും ബിയിലേക്കാണ്. ആ സമയത്ത് അതിനെ തൊട്ടടുത്തായിട്ട് ഒരു കാന്ത സൂചി വെച്ചിട്ടുണ്ട്. ആ കാന്ത സൂചിയുടെ വ്യതിയാനം നോക്കൂ, എവിടേക്കാണ്? കാന്ത സൂചിയുടെ ധ്രുവങ്ങൾ കാണുന്നില്ലേ? നോർത്തും സൗത്തും. ആ നോർത്ത് എന്ന് പറയുന്ന ധ്രുവം എവിടേക്കാണ് ചലിച്ചത്? അതെ, വെസ്റ്റിലേക്കാണ്, അല്ലെങ്കിൽ ഡബ്ല്യു എന്ന് എഴുതിയ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അത് ചലിച്ചിട്ടുള്ളത് അല്ലെ? എന്നാൽ രണ്ടാമത്തെ ചിത്രം നോക്ക് നിങ്ങൾ. രണ്ടാമത്തെ ചിത്രത്തിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശ എങ്ങനെയാണ്? ആദ്യ സർക്യൂട്ടിൽ എയിൽ നിന്ന് ബിയിലേക്കായിരുന്നു. പക്ഷെ രണ്ടാമത്തെ സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ബാറ്ററിയുടെ ഡയറക്ഷൻ മാറ്റി, ബാറ്ററിയുടെ ധ്രുവത മാറ്റി, പൊളാരിറ്റി മാറ്റി ഘടിപ്പിച്ചു. പോസിറ്റീവിലെടുത്ത് നെഗറ്റീവ് ആക്കി, നെഗറ്റീവിലെടുത്ത് പോസിറ്റീവ് ആക്കി. അപ്പൊ വൈദ്യുതിയുടെ ദിശ ബിയിൽ നിന്നും എയിലേക്കായിട്ട് മാറി, ബിയിൽ നിന്നും എയിലേക്കായി. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു കോമ്പസ് വെച്ചു. എന്നാൽ ഈ കോമ്പസിന്റെ നോർത്ത് അല്ലെങ്കിൽ ഉത്തര ധ്രുവം നിങ്ങൾ നോക്കൂ, അത് എവിടേക്കാണ് ചലിച്ചത്? അതെ, നേരത്തെ സർക്യൂട്ടിൽ എവിടേക്കാണോ ആ ഉത്തര ധ്രുവം ചലിച്ചത് അതിന് നേരെ വിപരീതമായിട്ടാണ്. എന്തായിരിക്കും അതിന്റെ കാരണം? മറ്റൊന്നുമല്ല, ആദ്യ സർക്യൂട്ടിൽ കറണ്ട് പ്രവഹിച്ച സമയത്തുണ്ടായ കാന്തിക മണ്ഡലത്തിന്റെ ദിശ അല്ല രണ്ടാമത്തതില്. കാരണം വൈദ്യുതിയുടെ ദിശ ഓരോ സർക്യൂട്ടിലും മാറി. ആദ്യ സർക്യൂട്ടിൽ എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ രണ്ടാമത്തെ സർക്യൂട്ടിലോ ബിയിൽ നിന്ന് എയിലേക്കാണ്. അപ്പൊ ആദ്യ സർക്യൂട്ടിൽ ഉണ്ടായ കാന്തിക മണ്ഡലത്തിന്റെ ദിശ നമ്മുടെ കാന്തസൂചിയുടെ ഉത്തര ധ്രുവത്തെ വെസ്റ്റ് ഭാഗത്തേക്ക് ചലിപ്പിച്ചപ്പോൾ രണ്ടാമത്തെ സർക്യൂട്ടിൽ ഉണ്ടായ കാന്തിക മണ്ഡലം കാന്തസൂചിയുടെ ഉത്തര ധ്രുവത്തെ അല്ലെങ്കിൽ നോർത്ത് പോളിനെ ഈസ്റ്റിലേക്കാണ് ചലിപ്പിച്ചത് അല്ലെ? അതായത് കാന്തസൂചിയുടെ ചലന ദിശ വിപരീതമായി, ഓപ്പോസിറ്റ് ആയി. എന്താ കാരണം? വൈദ്യുതിയുടെ ദിശ ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. അപ്പൊ നോക്കുക, വൈദ്യുതിയുടെ ദിശ നമ്മൾ ഓപ്പോസിറ്റ് ആക്കിയപ്പോൾ, മാറ്റി ഘടിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ദിശ മാറ്റിയപ്പോൾ കാന്തസൂചിയുടെ ചലനത്തിന്റെ ദിശയും മാറി. അതിൽ നിന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഇവിടെ കാന്തസൂചിയെ ചലിപ്പിച്ചത് വൈദ്യുതി തന്നെയാണ്. കാന്തസൂചിയിൽ ഈ ഒരു ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തത് ഇലക്ട്രിസിറ്റി കാരണമാണ്. സോ ഈസ്റ്റഡിന്റെ തിയറിയിൽ നിന്നും നമുക്ക് ഒരു കാര്യം കൂടി പറയാം. When the direction of electricity is changes, the direction of magnetic field produced by it also changes. അതായത് വൈദ്യുതി പ്രവഹിക്കുന്ന ദിശയിൽ മാറ്റം വരുത്തിയാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അത് ഉൽപ്പാദിപ്പിക്കുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലും മാറ്റം വരുന്നു. അപ്പൊ കാന്തിക മണ്ഡലത്തിന്റെ ദിശ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ ഈസ്റ്റഡിന്റെ തിയറിയെ ഒന്നും കൂടി നമുക്ക് കൺഫേം ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്നും കൂടി അത് പ്രൂവ് ചെയ്യുന്ന ഒരു പരീക്ഷണമാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്. ഏതൊരു ചാലകത്തിലും വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിന് ചുറ്റുമായി കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. When electricity is flowing through a conductor, a magnetic field is formed around the conductor. ഇതാണ് ഈ ഒരു ചാപ്റ്റർ ഉടനീളം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട, ഈ ചാപ്റ്റർ തീരുന്നത് വരെ നമ്മൾ കയ്യിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ്.
ഈ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഓരോ ഭാഗങ്ങളും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവസാനം ചെയ്ത പരീക്ഷണത്തിനെ ആസ്പദമാക്കിയിട്ട് ഇനി ഈ കാണുന്ന ടേബിൾ നിങ്ങൾക്ക് പൂർത്തിയാക്കിക്കൂടെ? അവിടെ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശ പറഞ്ഞിട്ടുണ്ട്. ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക്, അടുത്തതിൽ ബിയിൽ നിന്ന് എയിലേക്ക്. ആ സമയത്ത് കാന്തസൂചിയുടെ നോർത്ത്, ഉത്തര ധ്രുവം ഏത് ദിശയിലാണ് ചലിച്ചത് എന്നാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് ആ ചിത്രം, നമ്മൾ നേരത്തെ കാണിച്ച ചിത്രം നോക്കിയിട്ട് തന്നെ അത് എളുപ്പത്തിൽ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ആ ഒരു കോൺസെപ്റ്റ് നമ്മളിൽ എത്തിയോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഈസ്റ്റഡ് കണ്ടെത്തിയ ഈ ഒരു തിയറി, ആ ഒരു തിയറിയിൽ നിന്നും പുതിയ കുറേ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പരിഗണിച്ചത് ഒരു ചെറിയൊരു ചാലകം, ഒരു നേർരേഖാ ചാലകമാണ്, സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. ഇങ്ങനെയുള്ള കണ്ടക്ടറിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ഷേപ്പ്, ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ഒരു ബാർ കാന്തം, ഒരു ബാർ കാന്തം ഉണ്ടാക്കിയ കാന്തിക മണ്ഡലത്തിൻ്റെ അതേ ദിശ തന്നെയാണോ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ കാന്തിക ബലരേഖകൾ ചലിക്കുന്നത്? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് തന്നെയാണോ? അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഈ നോർത്തും സൗത്തും കണ്ടെത്തുന്നത്? ഒരു കാന്തം നമുക്ക് കിട്ടിയാൽ ആ കാന്തത്തിന്റെ നോർത്തും സൗത്തും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. കാരണം കാന്തത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ടാവും നോർത്ത് ഏതാണ്, സൗത്ത് ഏതാണ്. അല്ലെങ്കിൽ നമുക്കൊരു കാന്തസൂചി ഉപയോഗിച്ചിട്ടും ഇവയുടെ ധ്രുവങ്ങൾ കണ്ടെത്താൻ പറ്റും. എന്നാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പുതിയൊരു കാന്തിക മണ്ഡലം ഉണ്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അത് ഏത് മാഗ്നറ്റിക് ഫീൽഡാണ്? യെസ്, ഇലക്ട്രിസിറ്റി കാരണം പ്രൊഡ്യൂസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിസിറ്റി. വൈദ്യുതി കാരണം ഉണ്ടായ കാന്തിക മണ്ഡലമാണ്. ആ കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്താണ്? ആ കാന്തിക മണ്ഡലത്തിന്റെ ആകൃതി, ഷേപ്പ് എന്താണ്? ഇവയുടെ ദിശ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ കാന്തിക മണ്ഡലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമോ? തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇനിയുള്ള ഭാഗങ്ങളിൽ പറയാനുള്ളത്. അപ്പോൾ ആദ്യ ഭാഗം നിങ്ങൾക്ക് വ്യക്തമായിട്ടെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് മാത്രമാണ്, തിയറി ഓഫ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. ക്രിസ്റ്റ്യൻ ഈസ്റ്റഡിന്റെ സിദ്ധാന്തം. ഏത് ചാലകത്തിലും വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിന് ചുറ്റുമായി ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഒരു ഇലക്ട്രിസിറ്റി ഏത് കണ്ടക്ടറിന് ചുറ്റും ഫ്ലോ ചെയ്താൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു.